ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പൈപ്പിനെ കുറിച്ച് പഠിക്കാം. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് ടൈപ്പിലുള്ള ഫിറ്റിങ്സാണ്. ഒന്ന് വെൽഡ് ടൈപ്പുള്ള ഫിറ്റിങ്സും മറ്റേത് ത്രെഡ് ടൈപ്പുള്ള ഫിറ്റിങ്സും. അതായത് ചെറിയ പൈപ്പിൽ നമ്മൾ കൊടുക്കുന്നത് ത്രെഡ് ടൈപ്പായിരിക്കും, 1/2 ഇഞ്ച് തുടങ്ങി 2.5 ഇഞ്ച് വരെ. അതിനുശേഷം അതിന് മുകളിലോട്ടുള്ള പൈപ്പെല്ലാം വെൽഡ് ടൈപ്പ് ഫിറ്റിങ്സാണ് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് നമ്മളൊരു പ്രൊജക്റ്റിൽ രണ്ടും ഒരേപോലെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസണിലോട്ട് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഇന്ന് നമുക്ക് പൈപ്പിൻ്റെ റൂട്ടിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ആദ്യം നമ്മൾ ഒരു മെക്കാനിക്കൽ ടെംപ്ലേറ്റാണ് ഓപ്പൺ ചെയ്യുന്നത്. മെക്കാനിക്കൽ ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ യൂണിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിനായി UN എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി ഇതിൻ്റെ ലെങ്ത്ത് യൂണിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. മില്ലിമീറ്ററിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ അടിക്കുക, വീണ്ടും ഓക്കെ അടിക്കുക. ഇനി നമുക്ക് മെയിൻ മെനുവിൽ സിസ്റ്റം എന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറേ ടൂൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ആവശ്യം പൈപ്പ് എന്ന ഒരു ടൂളാണ്. നമ്മൾ പൈപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ലെവലൊന്ന് ചേഞ്ച് ചെയ്യാം. ലെവൽ നമുക്ക് 1500 എന്ന് കൊടുക്കാം. പൈപ്പിൻ്റെ സൈസും നമുക്ക് ചേഞ്ച് ചെയ്യാം, 6 ഇഞ്ച് ആക്കാം. ഇനി ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചതിന് ശേഷം ഡ്രാഗ് ചെയ്ത് നമുക്കൊരു ലൈൻ വരയ്ക്കാം. ലൈനല്ല, പൈപ്പ് വരയ്ക്കാം. മുകളിലേക്കും ആ പൈപ്പ് തന്നെ വരയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ കോർണറിൽ നമുക്കൊരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എൽബോ വന്നിട്ടുണ്ടാവും. ടൂൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലൈനും അതിൻ്റെ കോർണറിലായിട്ട് ഒരു എൽബോയും വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് പൈപ്പ് ലൈൻ പോലെയാണ് കാണുന്നത്. ഇത് നമുക്ക് പൈപ്പിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ലെവലിൽ ഫൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2 ലൈൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു പൈപ്പിൻ്റെ 2 എഡ്ജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കോർണറിൽ കാണുന്ന എൽബോയും ഏകദേശം അതേ രീതിയിൽ കിട്ടി. ഇതിനെ നമുക്ക് ഷെയ്ഡഡ് വ്യൂവിലൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഷെയ്ഡഡ് വ്യൂ കിട്ടി. ഇപ്പോൾ നമുക്ക് ഈ പൈപ്പ് 2 പൈപ്പും അതിൻ്റെ കോർണറിലായിട്ട് ഒരു എൽബോയും ഉണ്ട്. ഈ എൽബോയുടെ 2 സൈഡും പൈപ്പുമായിട്ട് ജോയിൻ്റ് ചെയ്തിരിക്കുന്നത് വെൽഡ് ചെയ്താണ് ജോയിൻ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ റൂട്ടിംഗ് ഒന്ന് എഡിറ്റ് ചെയ്യാം. അതിന് പൈപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൂട്ടിംഗ് പ്രിഫറൻസ് എന്നുള്ളതിൽ എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പൈപ്പ് കിടക്കുന്നത് കോപ്പറിൻ്റെ പൈപ്പാണ്. അതിന് മിനിമം 1/4 ഇഞ്ചും മാക്സിമം 12 ഇഞ്ചാണ് കിടക്കുന്നത്. നമുക്ക് ഈ പൈപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് കോപ്പറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴോട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് സ്റ്റീൽ കാർബൺ ഷെഡ്യൂൾ 40 എന്ന് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മിനിമം സൈസ് കിടക്കുന്നത് 1/2 ഇഞ്ചും അതുപോലെ തന്നെ മാക്സിമം 12 ഇഞ്ച് കിടക്കുന്നത്. നമുക്ക് ഈ 12 ഇഞ്ച് മാറ്റിയിട്ട് നമുക്കൊരു 24 ഇഞ്ച് ആക്കാം. ഇനി എൽബോയിൽ ക്ലിക്ക് ചെയ്യുക. എൽബോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 ടൈപ്പിലുള്ള ഫിറ്റിങ്സ് ആണ് കാണുന്നത്. ഒന്ന് ജനറിക് സ്റ്റാൻഡേർഡും ഒന്ന് വെൽഡഡ് ജനറിക് സ്റ്റാൻഡേർഡുമാണ് കിടക്കുന്നത്. നമുക്ക് വേണ്ടത് ത്രെഡ് ടൈപ്പിലുള്ള ഫിറ്റിങ്സ് ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോഡ് ഫാമിലിയിൽ പോയിട്ട് ലോഡ് ചെയ്യണം. ലോഡ് ഫാമിലിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഫോൾഡേഴ്സ് ഇവിടെ കാണാം. അതിനകത്ത് നമ്മൾ പൈപ്പ് എന്ന ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഫിറ്റിങ്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമുക്ക് വേണ്ടത്
മാലബിൾ അയൺ എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലാസ് 150 എടുക്കുക. അതിനകത്ത് നമുക്ക് ത്രെഡഡ് ടൈപ്പ് ഫിറ്റിങ്സ് ഉണ്ടാവും. ത്രെഡഡ് ടൈപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ത്രെഡഡ് ടൈപ്പിലുള്ള നമുക്ക് ഫിറ്റിങ്സ് നമുക്ക് കിട്ടും. അതിനകത്ത് നമ്മളെല്ലാം ലോഡ് ചെയ്യുക. ഒന്ന് ഫസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൺട്രോൾ അടിച്ചിട്ട് അതിന് മൊത്തത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ അടിക്കുക, ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഈ റൂട്ടിനകത്ത് നമുക്ക് ലോഡായിട്ടുണ്ടാവും. ഇനി ഒന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എൽബോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കുറേ ത്രെഡഡ് ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ഫിറ്റിങ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഓൾ എന്നാണ് കിടക്കുന്നത്, അതായത് എല്ലാ ഫിറ്റിങ്സും ത്രെഡഡ് ടൈപ്പ് ആവും. നമുക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 ഇഞ്ചിന് താഴെയുള്ള ഫിറ്റിങ്സ് മാത്രം മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ 1/2 ഇഞ്ച് നമ്മൾ സെലക്ട് ചെയ്ത് മിനിമം സൈസാക്കി. അതിനുശേഷം മാക്സിമം സൈസിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു 2.5 ഇഞ്ചിൻ്റെ 2.5 ഇഞ്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ത്രെഡഡ് ടൈപ്പ് വരുന്നത് 1/2 ഇഞ്ച് തുടങ്ങി 2.5 വരെ നമുക്ക് ത്രെഡഡ് ടൈപ്പ് ആയിരിക്കും. ഇനി നമുക്ക് വെൽഡഡ് ടൈപ്പ് വേണം. ഇനി നമ്മൾ വെൽഡഡ് ടൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു ലൈൻ നമുക്ക് വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വെൽഡഡ് ജനറിക് സ്റ്റാൻഡേർഡ് എന്നുള്ളതുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇനി നോൺ എന്നകത്ത് നമുക്ക് ഓൾ കൊടുക്കാം. അതായത് മറ്റത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം ഈ വെൽഡഡ് ടൈപ്പ് ആയിരിക്കും. ഇനി ടി എന്നുള്ളത് നമുക്ക് ടി തന്നെ ഇട്ടാൽ മതി. നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ എല്ലാ ഫിറ്റിങ്സും നമുക്ക് ചേഞ്ച് ചെയ്യാം. അതായത് മിനിമം സൈസ് 1/2 ഇഞ്ച് തുടങ്ങി 2.5 ഇഞ്ച് വരെ ത്രെഡ് ടൈപ്പുള്ള ഫിറ്റിങ്സും കൊടുക്കാം. അതുപോലെ പിന്നീട് അതിന് മുകളിലോട്ടുള്ളതെല്ലാം നമുക്ക് വെൽഡഡ് ടൈപ്പ് ജനറിക് സ്റ്റാൻഡേർഡും കൊടുക്കാം. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പൈപ്പ് വരയ്ക്കുമ്പോൾ ഒരു 2 ഇഞ്ചിൻ്റെ പൈപ്പ് വരയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ഫിറ്റിങ്സ് എല്ലാം ത്രെഡ് ടൈപ്പ് ആയിരിക്കും. പിന്നെ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 4 ഇഞ്ചിൻ്റെയോ 6 ഇഞ്ചിൻ്റെയോ പൈപ്പൊക്കെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഫിറ്റിങ്സ് നമുക്ക് വെൽഡ് ചെയ്തേക്കണ ഫിറ്റിങ്സ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഒരു പൈപ്പിൻ്റെ അതേ ഡയമീറ്റർ തന്നെയായിരിക്കും അതിൻ്റെ ഫിറ്റിങ്സും കാണുന്നത്. പക്ഷേ ത്രെഡ് ടൈപ്പ് ഫിറ്റിങ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ പൈപ്പിനേക്കാളും കൂടുതലായിരിക്കും. കാരണം അതിൻ്റെ ഇൻസൈഡിലാണ് അതിൻ്റെ ത്രെഡ് വരുന്നത്. ഇനി നമുക്ക് ഓക്കെ അടിക്കാം. വീണ്ടും ഇവിടെ ഓക്കെ അടിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 2 ഇഞ്ചിൻ്റെ പൈപ്പ് നമുക്ക് ഈ 6 ഇഞ്ചിൻ്റെ പൈപ്പിൽ നിന്ന് വരയ്ക്കാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രാഗ് ചെയ്ത് നമുക്ക് മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്ത് ടൂള് റിലീസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ത്രെഡ് ടൈപ്പ് കിട്ടിയിട്ടില്ല. അത് വെൽഡഡ് ടൈപ്പ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിടക്കുന്നത്. നമുക്ക് എഡിറ്റ് ടൈപ്പിൽ ഒന്നുകൂടി നമുക്കതിനെ മോഡിഫൈ ചെയ്യേണ്ടി വരും. അത് നമുക്കിത് ഫസ്റ്റ് തന്നെ നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാം.
ഇനി നമുക്ക് പൈപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടി എഡിറ്റ് ടൈപ്പിൽ പോവാം. എഡിറ്റ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്തു. ഇതിനകത്ത് നമുക്ക് ട്രാൻസിഷൻ ഒന്ന് എഡിറ്റ് ചെയ്യാം. അതിനകത്ത് നമുക്ക് 1/2 ഇഞ്ച് തുടങ്ങി 2.5 എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഓൾ എന്നാക്കാം. ഇനി ഓക്കെ അടിക്കാം, അപ്ലൈ ചെയ്യാം, ഓക്കെ അടിക്കാം. ഇനി നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ത്രെഡ് ടൈപ്പ് റെഡ്യൂസർ. നമുക്കത് മൊത്തം ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് വരയ്ക്കാം. പൈപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് നമുക്ക് 6 ഇഞ്ചിൻ്റെ വരയ്ക്കാം. അപ്പോൾ ഈ എൽബോ നമുക്ക് കിട്ടിക്കുന്നത് വെൽഡ് ടൈപ്പ് എൽബോ ആണ്. ഇനി ഒന്നുകൂടി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 2 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. 2 ഇഞ്ചിൻ്റെ പൈപ്പ് അതിനോട് ചേർത്ത് തന്നെ നമ്മൾ വരച്ച്. അപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൽബോ നമുക്ക് ഒരു ത്രെഡ് ടൈപ്പ് എൽബോ ആയിട്ട് കാണാൻ പറ്റും. അതായത് 1/2 ഇഞ്ച് തുടങ്ങി 2.5 ഇഞ്ച് വരെ നമുക്ക് ത്രെഡ് ടൈപ്പാണ് വരുന്നത്. 3 ഇഞ്ച് തുടങ്ങി മുകളിലേക്ക് നമുക്ക് വെൽഡ് ടൈപ്പാണ് കിട്ടുന്നത്. എല്ലാ ഫിറ്റിങ്സും അതുപോലെ ആയിരിക്കും. ടു ഇഞ്ചിൻ്റെ ലൈൻ വരയ്ക്കാണ് നമ്മൾ. അപ്പോൾ അവിടെ റെഡ്യൂസർ ത്രെഡ് ടൈപ്പ് കിട്ടി. ഈ 2 ഇഞ്ചിൻ്റെ നമുക്ക് 2 ഇഞ്ചിൽ തന്നെ വരച്ച് നോക്കാം. അപ്പോൾ ആ ടീയും ത്രെഡ് ടൈപ്പാണ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൈപ്പ് റൂട്ടിങ് ചെയ്യുന്നത്.